ഹലോ, ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്ട് വെച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഏജ് ഡിഫറൻസ് അതിൽ കാണിക്കുമല്ലോ. അങ്ങനൊരു വീഡിയോ ആണിത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല. കാരണം അതിൽ നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാലും എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് പോസ്റ്റ് ചെയ്തിടുന്നത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ചിന്തിച്ചപ്പോൾ തോന്നി. ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു വത്തക്കവെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ചധികം ഇരിക്കണം കേട്ടോ. ബൈക്കിൽ തന്നെയാണ് പോയത്. മുൻപ് ഞാനും ഏട്ടനും മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ മോനും കൂടി വന്നപ്പോൾ അവനും കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അന്നേ വിചാരിച്ച് വെച്ചൊരു കാര്യമാണ് കേട്ടോ. കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടീനെയും കൊണ്ടിട്ട് വരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മറന്നു പോയെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടന് ഓർമ്മ വന്നു. ഏട്ടൻ കൂട്ടി കൊണ്ടുപോയതാണ്. അത്രയും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനതൊന്ന് കാണിക്കാമെന്ന് വെച്ചതാണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ്. അത് എന്തെങ്കിലും ഒരിക്കൽ ഒരു മെമ്മറി ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തോന്നുമ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയപ്പോൾ പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഈ വെള്ളത്തിനൊഴുക്ക് കാണുമ്പോൾ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂറ് പോയപ്പോൾ ഒരു കുട്ടിയുടെ ചെരുപ്പ് വെള്ളത്തിൽ ഒലിച്ചു പോയതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അതൊരു ഡാം കാണാൻ പോയതായിരുന്നു. ഇതുപോലെ തന്നെ ഇത് കോഴിക്കോട് പെരുവണ്ണാമൊഴിയുള്ള ഡാമാണ്. കുട്ടികൾക്കുള്ള പാർക്ക്, പാമ്പ് പരിപാലന കേന്ദ്രം, മുതല പരിപാലന കേന്ദ്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാർക്കിലുണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ നിരക്ക് വരുന്നത്. മുൻപ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ഇൻ്റർലോക്ക് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ഈ കാണുന്ന വെള്ളത്തിലാണ് മുതലകളുള്ളത്. കാര്യമായിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കണം ഏത് സൈഡിലാണുള്ളതെന്ന്. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു മുതലേനെ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലാതാ അറ്റത്ത് ഉണ്ടോ? എന്താ എന്താ സാധനം? എന്താ? പൊമ്പാമ്പ്. ഞങ്ങൾ ഒരുമിച്ച് എങ്ങോട്ട് ഇറങ്ങിയാലും വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരിക്കും മോൻ എപ്പോഴും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു മൂഡിലാണ്, ഉറക്കിപ്പിച്ചിലാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ പ്രഗ്നൻ്റായി 5ാം മാസത്തിലാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനുശേഷം മൊത്തത്തിൽ നമ്മൾ ലോക്ക്ഡൗണിലായിരുന്നല്ലോ. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ മോൻ്റെ ഡെലിവറി ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. പുറം ലോകമായിട്ട് ഈ സമയത്താണ് ഞങ്ങൾ പുറത്തിറങ്ങാതെ തന്നെ തുടങ്ങിയത് കേട്ടോ. മോനെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ പാർക്കിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബീച്ചിലൊക്കെ ഉണ്ട് പാർക്ക്. പക്ഷെ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥലം ഞങ്ങൾ ഓർത്തെടുത്തതാണ്. അവനിതിലൊക്കെ കയറാനൊക്കെ ഭയങ്കര പേടിയാണ്. ആദ്യത്തെ അനുഭവമല്ലേ, അതുകൊണ്ടുള്ളൊരു പേടിയുണ്ട്. കാല് ഓക്കേ. പോന്നോ? ഇവിടെ മെയിൻ്റനൻസ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തുരുമ്പും കേടുപാടുകളും ഒക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മോൻ ഒറ്റയ്ക്ക് വിടാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നും പറ്റൂല കേട്ടാ. കയ്യാടെ വിട്ടോട്. ഇവിടെ ഒരുപാട് ഇനം പാമ്പുകളുടെ വെറൈറ്റി ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പരിചയപ്പെടാനും കാണാനും ഒക്കെയുള്ളൊരു അവസരമാണിത്. അവന് ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലുള്ള ഡങ്ക്രീസ് ഇടാനായിട്ട്. എനിക്കും മോനെ ഈ ഡ്രസ്സിലിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാ, വളർന്നു പോവുമല്ലേ. വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഈ പടികളൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കമ്പിയുടെ കെട്ടൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്.
പുഴയുടെ കരയും ഇല്ലിക്കാടും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ സ്ഥലം ഈ പറമ്പിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ ടൂറിസം കാര്യങ്ങളും നടക്കുന്നൊരു ഏരിയ തന്നെയാണ് ഞങ്ങളുടെ സ്ഥലവും. അവ പുഴയിലിറങ്ങി. ഓക്കെ തണുപ്പുണ്ട്. അങ്ങനെ കുറേ നേരം അച്ഛനും മോനും കൂടി വെള്ളത്തിലൊക്കെ കളിച്ചു, കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് കളിച്ചു, കുറേ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ സമയത്ത്. ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം പ്രത്യേകം സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ പരിചയമുള്ളവർക്കേ പോയിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടൊന്നും ഒരു ഏരിയ ആയിട്ട് തോന്നിയില്ല. നമ്മളെ സ്ഥലത്ത് തന്നെ പോയിരിക്കുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തത്. വീണ്ടും ഇവിടേക്ക് വരാൻ കാരണം അതാ, ഒരുപാട് ലോങ്ങാണ് ഞങ്ങൾക്ക് ബൈക്കിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ. കുറേ കുലുങ്ങി, നമ്മളെ റോഡിൻ്റെ കാര്യം അറിയാലോ, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സ്ഥലത്ത് വന്ന് എത്തുന്നത്. എന്നാലും വീണ്ടും വന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം ഡാമാണ്, ഡാമിൻ്റെ അവിടെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയാൽ വീട്ടിലേക്ക് എത്താൻ കുറേ സമയം എടുക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് മോന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങി, ഷവർമ്മ വാങ്ങി ഞങ്ങൾക്ക്. അങ്ങനെ അത് കഴിച്ച് മോനൊരു വാശി തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു ഉറക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാശിയാണ്. അപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നല്ല കണ്ടൻറ്റായിട്ട് വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റ, ബൈ.